നമസ്കാരം. ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡിലെ റോഡുകളും അതേപോലെ തന്നെ കാസർഗോഡിലെ വിവിധ സ്ഥലങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോകാൻ പോകുന്നത് കേരള കർണാടക ബോർഡറിലേക്കാണ്. ചെമ്പേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. യാത്ര ചെയ്യുന്നത് എൻ്റെ പുതിയ വണ്ടിയിലാണ്, മാരുതി ഇഗ്നിസിലാണ്. ഞാനിപ്പോൾ ഉള്ളത് വീട്ടിയാടി എന്ന സ്ഥലത്താണ്. ഈ സ്ഥലം ഞാൻ ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവിടെ മുതലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് വീട്ടിയാടി ജംഗ്ഷൻ. നേരെ കാണുന്നത് ബന്ദടുക്കയിലേക്കുള്ള റൂട്ടും ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടത് മാനടുക്കത്തേക്കുള്ള റൂട്ടുമാണ്. നമ്മൾ ഇവിടെ നിന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്യാനാണ് പോകുന്നത്. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ, മഞ്ചേശ്വരം, ഉപ്പള, കുമ്പള, ബദിയടുക്ക, മുള്ളരിയ തുടങ്ങിയവയൊക്കെ കാസർഗോഡ് ജില്ലയിലെ പ്രധാന പട്ടണങ്ങളാണ്. ഒരു കാസർഗോഡുകാരൻ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത്. കാസർഗോഡിന്റെ വടക്കു ഭാഗത്തേക്ക് 50 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മംഗലാപുരത്തേക്ക് എത്താം. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തേക്ക് 60 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പുത്തൂരേക്ക് എത്താം. ശിവപുരം എന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്താൻ പോവുകയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് ശിവപുരത്തെ ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ ചാമണ്ടിക്കുന്ന് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ഹരിതസുന്ദരമായ ഗ്രാമീണ കാഴ്ചകളും നാട്ടുവഴികളുമെല്ലാം ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. അതിനായിട്ട് നിങ്ങളുടെയും സഹായം വേണം. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് ചാമണ്ടിക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കുള്ള വഴിയും നിങ്ങൾക്ക് കാണാം. കാഞ്ഞിരക്കൂട്ടം എന്നർത്ഥം വരുന്ന കുസിരകൂട് എന്ന കന്നഡ വാക്കിനെ മലയാളീകരിച്ച് കാഞ്ഞിരോട് എന്നായിരുന്നു പണ്ട് കാസർഗോഡ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. വടക്കേ അറ്റത്തെ മുനിസിപ്പാലിറ്റിയും കാസർഗോഡ് തന്നെയാണ്.
സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ്. തുളു, മറാത്തി, ബ്യാരി, കന്നഡ, ഉറുദു, കൊങ്കിണി തുടങ്ങിയ ഭാഷകളൊക്കെ കാസർഗോഡുണ്ട്. നമ്മളിപ്പോ ബളാന്തോട് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാവാം ബാക്കിയുള്ള യാത്ര. പാലത്തിൽ നിന്നുള്ള കാഴ്ചകളും പാലത്തിന്റെ താഴെ ഭാഗവുമൊക്കെ നമുക്ക് കാണാം. പൊളിച്ചുമാറ്റിയ പഴയ ബളാന്തോട് പാലത്തിന്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്കിനി ബളാന്തോട് പാലത്തിന്റെ താഴെ ഭാഗത്തേക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് ബളാന്തോട് പാലത്തിന്റെ താഴെ ഭാഗത്താണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുക. നമ്മൾ യാത്ര തുടങ്ങിയ വീട്ടിയാടി എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ടേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ബളാന്തോട് ടൗണിലേക്കെത്താം. മഴ ചെറുതായി പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു.
വെള്ളത്തുള്ളികൾ ഗ്ലാസിനെ ചുംബിക്കുന്ന മനോഹരമായ കാഴ്ചയും നിങ്ങൾക്കിവിടെ കാണാം. നമ്മളിപ്പോൾ ബളാന്തോട് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് ഭാഗത്തേക്കുള്ളത് കർണാടക അതിർത്തിയിലേക്കുള്ള റൂട്ടും റൈറ്റ് ഭാഗത്തേക്കുള്ളത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള റൂട്ടുമാണ്. ടൗണിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാനായി ഞാൻ റൈറ്റ് ഭാഗത്തേക്ക് തിരിയുകയാണ്. കാഞ്ഞങ്ങാട് റൂട്ടിലൂടെയാണ് യാത്ര. ബളാന്തോട് ടൗണിൻ്റെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും തിരിഞ്ഞ് ടൗണിലേക്ക് തന്നെ പോകാം. കർണാടക അതിർത്തിയിലേക്കുള്ള യാത്ര ഇപ്പോൾ പകുതി വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.